നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നെടുമ്പാശ്ശേരിയിൽ വിമാനം അസാധാരണമായി താഴ്ന്നു പറന്നു. വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നുപോയി. ഓടി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമം. പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രക്കിലേക്ക് വീണ യാത്രക്കാരന്റെ കാൽ അറ്റുപോയി. സൗജന്യ യാത്രയെങ്കിൽ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. കണക്ക് നൽകി KSRTC. വ്യാജരേഖ ചമച്ച് അവയവദാനം. കോട്ടയം സ്വദേശിനിയായ യുവതി പിടിയിൽ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടങ്ങി. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളി. CPM. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭാ സ്പീക്കർ. EPF UPI വഴി പണം പിൻവലിക്കാം. വാട്സ്ആപ്പ് സേവനം 1 മാസത്തിനകം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നെടുമ്പാശ്ശേരിയിൽ വിമാനം അസാധാരണമായി താഴ്ന്നു പറന്നു. വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നുപോയി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ വിമാനം അസാധാരണമായ രീതിയിൽ താഴ്ന്നു പറന്നതിനെ തുടർന്ന് വീടിന്റെ ഓടുകൾ പറന്നുപോയി. വിമാനത്തിൽ നിന്നുമുണ്ടായ വായുസമ്മർദ്ദം കാരണം വീടിന്റെ മേൽക്കൂരയിലെ 100-ലധികം ഓടുകളാണ് പറന്നുപോയത്. പേരാമ്പൂർ ലോക്കൽ നമ്പിളിക്കവലയിലെ മാണിക്കത്താൻ MV ജോയിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു നാടിനെ ആശങ്കയിലാക്കിയ ഈ സംഭവം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനായി വിമാനം ഒക്കൽ മേഖലയ്ക്ക് മുകളിലൂടെ അസാധാരണമായി താഴ്ന്നു പറക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിമാനം കടന്നുപോയതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ജോയിയുടെ വീടിന്റെ മേൽക്കൂരയിലെ 100-ലധികം ഓടുകൾ ഇളകി താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ മേഖലയിൽ വിമാനങ്ങൾ താഴ്ന്നു പറന്ന് നാശനഷ്ടം ഉണ്ടാകുന്നത് ഇതാദ്യമല്ലെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. മുൻപ് ഇതേ പ്രദേശത്തുള്ള പണ്ടാല പ്രസാദ എന്നയാളുടെ വീടിന്റെ മേൽക്കൂരയ്ക്കും സമാനമായ രീതിയിൽ 3 തവണ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് മുൻപ് കൊച്ചി രാജ്യാന്തര വിമാനത്താവള അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമം. പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് വീണ യാത്രക്കാരന്റെ കാൽ അറ്റുപോയി. റെയിൽവേ സ്റ്റേഷനിൽ ഓടിത്തുടങ്ങിയ തീവണ്ടിയിൽ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ തെറ്റി വീണ് യാത്രക്കാരന് അപകടം. ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലൂടെ ട്രാക്കിലേക്ക് വീണ് യാത്രക്കാരന്റെ വലതുകാൽ പൂർണ്ണമായും അറ്റുപോയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈസ്റ്റ് ഒറ്റപ്പാലം പളക്കുണ്ട് പൊളിക്കൽ സ്വദേശി സിദ്ദിഖ് 52-ന്റേതാണ് വലതുകാൽ അറ്റുപോയത്. ഇടതുകാലിനും മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ടോടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു നടക്കുന്ന സംഭവം. സ്റ്റേഷനിൽ നിന്നും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് നീങ്ങി തുടങ്ങിയ ട്രെയിനിലേക്ക് സിദ്ദിഖ് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ പിടിവിട്ട് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനുമിടയിലെ വിടവിലൂടെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ചക്രങ്ങൾ കയറിയിറങ്ങി വലതുകാൽ മുട്ടിന് താഴെ വെച്ച് പൂർണ്ണമായും വേർപെട്ടു. അപകടം നടന്നയുടൻ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന യാത്രക്കാരും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്ന് ഇയാളെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റിയതിനാലാണ് ജീവൻ രക്ഷിക്കാനായത്. എന്നാൽ ചോര വാർന്നൊഴിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇയാളുടെ അറ്റുപോയ കാൽഭാഗം കണ്ടെത്താൻ വൈകി. തുടർന്ന് RPFും റെയിൽവേ ജീവനക്കാരും ട്രാക്കിൽ നടത്തിയ ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിലാണ് മുറിഞ്ഞുപോയ കാൽഭാഗം കണ്ടെടുത്തത്. പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാക്കാതിരുന്നതിനാൽ ആദ്യം ഇയാളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പൂളക്കുണ്ട് സ്വദേശിയാണെന്ന് വ്യക്തമായത്. സൗജന്യ യാത്രയെങ്കിൽ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. കണക്ക് നൽകി KSRTC. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച KSRTCക്ക് കനത്ത വരുമാന നഷ്ടമാണെന്ന് റിപ്പോർട്ടുകൾ. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കുകയാണെങ്കിൽ പ്രതിമാസം 112 കോടി രൂപയുടെ നഷ്ടം വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് KSRTC നൽകിയത്. ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയാലും പ്രതിമാസം 57 കോടി രൂപ KSRTCക്ക് നഷ്ടം വരും. ഓർഡിനറി ബസ്സുകളിലും സിറ്റി ഫാസ്റ്റ് ബസ്സുകളിലും പദ്ധതി നടപ്പാക്കിയാൽ വരുമാനത്തിൽ 65 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 90 കോടി രൂപയുടെ വരുമാനം നഷ്ടം കണക്കാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF കെട്ടി
ഘോഷിച്ച മുഖ്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വേണ്ടത്ര ആലോചനയോ മുന്നൊരുക്കമോ ഇല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ കടുത്ത ആശങ്ക ഉയരുന്നത്. ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. ഏത് തരം ബസ്സുകളിലാണോ എത്ര ദൂരത്തിലാണെന്നോ വ്യക്തമാക്കിയിട്ടില്ല. KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ഏകദേശം എണ്ണം കണക്കെടുത്താണ് നഷ്ടം വിലയിരുത്തിയത്. കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ഈ പരിശോധന നടത്തിയത്. സംസ്ഥാനത്താകെ 18 മുതൽ 23 ലക്ഷം വരെ യാത്രക്കാർ ഈ ദിവസങ്ങളിൽ ബസ്സിൽ കയറി. തിങ്കളാഴ്ചയാണ് കൂടുതൽ യാത്രക്കാർ കയറിയത്. സംസ്ഥാനത്ത് KSRTCയിൽ 50% യാത്രക്കാർ വനിതകളാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. വെള്ളി, തിങ്കൾ ദിവസങ്ങളിലാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ശരാശരി 7.5 കോടി രൂപയാണ് ദിവസ വരുമാനം. ടിക്കറ്റ് വരുമാനത്തിന്റെ 3.25 മുതൽ 4.25 കോടി വരെ വനിതാ യാത്രക്കാരുടെ പങ്കാണ്. ശമ്പളം നൽകാൻ സർക്കാർ നൽകുന്ന 50 കോടിക്ക് പുറമെ എല്ലാ ബസ്സുകളിലും വനിതകൾക്ക് യാത്ര സൗജന്യമാക്കിയാൽ മാസം 112 കോടി കൂടി അധികം കണ്ടെത്തേണ്ടി വരും. ഇതിനു പുറമെയാണ് പെൻഷൻ തുക. ഏപ്രിൽ KSRTCയുടെ ടിക്കറ്റ് വരുമാനം 226 കോടി രൂപയായിരുന്നു. കെട്ടിട വാടക, ഡ്രൈവിംഗ് സ്കൂൾ, കൊറിയർ സർവീസ്, പരസ്യ വരുമാനം എന്നിവയുടെ അടങ്ങുന്ന ടിക്കറ്റ് തര വരുമാനം 26 കോടിയും ലഭിച്ചു. വ്യാജരേഖ ചമച്ച് അവയവദാനം. കോട്ടയം സ്വദേശിനിയായ യുവതി കൂടി പിടിയിൽ. വ്യാജരേഖകൾ ചമച്ച് അവയവ വിൽപ്പനം നടത്തിയ അന്തർ സംസ്ഥാന റാക്കറ്റിലെ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി. മുംബൈയിലുള്ള അവയവ സ്വീകർത്താവിന്റെ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് ഈ കോട്ടയം സ്വദേശിനിയാണ് പോലീസ് കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതിയായ നജീബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് യുവതിയുടെ പങ്കിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും വേരുകളുള്ള വലിയൊരു സംഘടിത കുറ്റകൃത്യമാണ് ഇതിനു പിന്നിൽ നടന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. കേസിലെ മുഖ്യ സൂത്രധാരനായ നജീബിൽ നിന്നും കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഡിജിറ്റൽ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇയാളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളുടെ വിശദമായ പരിശോധന സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കുകയാണെന്നും റിമാൻഡിലുള്ള നജീബിന്റെ വീടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുമെന്നും ആലുവ റൂറൽ SP KS സുദർശനൻ പറഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ 3 ദിവസത്തെ യോഗം സുർജിത് ഭവനിൽ ആരംഭിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗം BV രഘുവരവു അധ്യക്ഷനായി. മെയ് 24 യോഗം സമാപിക്കും. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളും ദേശീയ സർവ്വദേശീയ വിഷയങ്ങളും ചർച്ചയാകും. കേരളം ഉൾപ്പെടെ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രാഥമിക അവലോകനത്തിലേക്കും കേന്ദ്ര കമ്മിറ്റി കടക്കും. ജനകീയ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPM സംഘടിപ്പിച്ച ജൻ ആക്രോശ് ജാഥകളും ഇതിന്റെ തുടർച്ചയായി ഡൽഹിയിൽ നടന്ന രാംലീല മൈതാനത്ത് 10,000 പങ്കെടുത്തുള്ള ജൻ ആക്രോശ് റാലിക്കും ശേഷമുള്ള ആദ്യ യോഗം എന്ന നിലയിൽ ജാഥകളും റാലിയും വിലയിരുത്തിയുള്ള റിപ്പോർട്ട് പരിഗണിക്കും. ഫെബ്രുവരി 12 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച അഖിലേന്ത്യാ പണിമുടക്ക് രാജ്യത്ത് തലസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ സമീപകാലത്തുണ്ടായ തൊഴിലാളി സമരങ്ങൾ എന്നിവയും ചർച്ച ചെയ്യും. വിദ്യാർത്ഥി മുന്നണി സംബന്ധിച്ച രേഖയും കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരും. സാംസ്കാരിക വൈവിധ്യ ദിനാചരണം പരിഷത്ത് ശില്പശാല നാട്. ലോകത്തിലെ വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, കലകൾ ഇവയുടെ പ്രാധാന്യവും മഹത്വവും തിരിച്ചറിയുക, അവ തമ്മിലുള്ള സംവാദവും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുക, സംസ്കാരം എന്നത് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും അടിത്തറ ആണെന്ന് ഓർമ്മപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ള മെയ് 21 സാംസ്കാരിക വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുക. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന രീതിയിൽ നമ്മുടെ നാടിന്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതാൻ നടത്തുന്ന ഫാസിസ്റ്റ് ശ്രമങ്ങൾക്കെതിരെയുള്ള സാംസ്കാരിക ഇടപെടൽ കൂടിയാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമെടുത്തത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കണ്ണൂർ പരിഷത്തിൽ നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മ CP ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും.
ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന. 75 കടകൾക്ക് നോട്ടീസ്, 3 കടകൾ പൂട്ടാൻ നിർദ്ദേശം. കണ്ണൂർ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 105 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, തട്ടുകടകൾ, കരിമ്പിൻ ജ്യൂസ് കടകൾ ഉൾപ്പെടെ 1092 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്തതിനും ശുചിത്വക്കുറവ്, ഹെൽത്ത് കാർഡ്, ലൈസൻസ്, ജലഗുണനിലവാര സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതുമായ 75 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമ 2023 പ്രകാരം ലീഗൽ നോട്ടീസ് നൽകി. ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് കട, തട്ടുകടകൾ ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. പുകവലി നിരോധന ബോർഡ് സ്ഥാപിത 121, സ്ഥാപിക്കാത്ത 121 കടകളിൽ നിന്നും 10,600 രൂപ പുകവലി നിയമപ്രകാരം പിഴ ഈടാക്കി. ഭക്ഷ്യശുചിത്വം ഉറപ്പുവരുത്താൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭ സ്പീക്കർ. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ നടന്ന വോട്ടെടുപ്പിൽ 101 അംഗങ്ങൾ തിരുവഞ്ചൂരിന് വോട്ട് ചെയ്തു. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ട് ലഭിച്ചു. NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ 3 വോട്ട് നേടി. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടം സ്പീക്കർ G സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയിലെ സഭാ സമ്മേളന നടപടികൾ അവസാനിച്ചു. കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 77 മുൻ ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. 1949 കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂരിൽ ജനിച്ച രാധാകൃഷ്ണൻ ബാലജനസംഘത്തിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 2004 1ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്റ് കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നു. EPF UPI വഴി പണം പിൻവലിക്കാം. വാട്സാപ്പ് സേവനം 1 മാസത്തിനകം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF വരിക്കാർക്ക് PF തുക UPI പേയ്മെന്റ് ഗേറ്റ്വേ വഴി നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിൻവലിക്കാനാകും. ഇതിനുള്ള സാങ്കേതിക പരീക്ഷണങ്ങൾ പൂർത്തിയായതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 7 കോടിയിലധികം വരുന്ന EPFO വരിക്കാർക്ക് ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് ചുവടുവയ്പ്. നിലവിൽ PF തുക പിൻവലിക്കാനുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്തതിന് വലിയ കാലതാമസം നേരിടുന്നു. എന്നാൽ പുതിയ സംവിധാനത്തിൽ വരിക്കാർക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന EPF ബാലൻസ് തുക കൃത്യമായി കാണാനാകും. ലിങ്ക് ചെയ്ത UPI പിൻ ഉപയോഗിച്ച് സുരക്ഷിതമായി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഓട്ടോ സെറ്റിൽമെന്റ് വഴി നിലവിൽ 3 ദിവസകം പണം ലഭിക്കാനുള്ള പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപയായി നേരത്തെ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് UPI സംവിധാനം എത്തുന്നത്. PF വരിക്കാരിലേക്ക് സേവനങ്ങൾ വേഗത്തിലെത്തിക്കാനായി വാട്സാപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനും EPFO പദ്ധതിയിടുന്നു. 1 മാസത്തിനുള്ളിൽ ഈ സേവനം നിലവിൽ വരും. EPFOയുടെ ഗ്രീൻ ടിക്ക് മാർക്കുള്ള ഔദ്യോഗിക വാട്സാപ്പ് നമ്പറിലേക്ക് ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ച് വരിക്കാർക്ക് സംശയ നിവാരണം നടത്താം. വരിക്കാരുടെ സൗകര്യാർത്ഥം മലയാളം ഉൾപ്പെടെ പ്രാദേശിക ഭാഷകളിൽ ഈ വാട്സാപ്പ് സേവനം ലഭ്യമാകും. 24 മണിക്കൂറും പ്രവർത്തിക്കും. 2022 കാണാതായ ബാലനെ കണ്ടെത്തി തിരികെ കിട്ടിയത് മറ്റൊരു കുട്ടിക്കായി നടത്തിയ അന്വേഷണത്തിൽ. 4 വർഷം മുമ്പ് കാണാതായ പോയിക്കുട്ടിയെ കണ്ടെത്തി. ഇക്കഴിഞ്ഞ 16-ാം തീയതി കാണാതായ മറ്റൊരു കുട്ടിക്കായി നടത്തിയ അന്വേഷണത്തിലാണ് 2022 കാണാതായ ബാലനെ കണ്ടെത്തിയത്. ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അത്യപൂർവ സംഭവം നടന്നത്. അദിക് എന്ന ബാലനെ തട്ടിക്കൊണ്ടുപോയതായി മെയ് 16-നാണ് പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഓബ്രയിലുള്ള പ്രതി രഞ്ജു ദേവിയുടെ വീട്ടിൽ നിന്ന് അദിക്കിനെ കണ്ടെത്തി. പിന്നാലെ വീട്ടിൽ മറ്റൊരു കുട്ടിയും കണ്ടെത്തി. 4 വർഷം മുമ്പ് കാണാതെ പോയ കുട്ടിയാണ് അതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അത്ഭുതകരമായ വഴിത്തിരിവായിരുന്നെന്ന് പോലീസ് സംഭവത്തോട് പ്രതികരിച്ചു. 4 വർഷം മുമ്പ് ഓബ്രയിൽ ക്ഷേത്രത്തിൽ പൂജയ്ക്കിടെയാണ് കുട്ടിയെ കാണാതായത്. ശിവം എന്നാണ് കുട്ടിയുടെ പേര്. എന്നാൽ കുട്ടി തന്റേതാണെന്നായിരുന്നു പ്രതിയായ സ്ത്രീ അവകാശപ്പെട്ടിരുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ശിവം ശാന്തി പാണ്ഡെ എന്ന യുവതിയുടെ മകനാണെന്നും 4 വർഷം മുമ്പ് കാണാതെ പോയ കുട്ടിയാണെന്നും തിരിച്ചറിഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയെ കണ്ടപ്പോൾ ശിവം ആദ്യം ഭയപ്പെട്ടെങ്കിലും പിന്നീട് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏവരുടെയും കണ്ണുകൾ ഇരണിച്ച നിമിഷം കൂടിയായിരുന്നു അതെന്ന് കണ്ടുനിന്നവർ പ്രതികരിച്ചു. തന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ ചേർത്ത് പിടിച്ച നിമിഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെയും ഇറങ്ങിയിരിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്തെ ലൈഫ് മിഷൻ ഭവന പദ്ധതി നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി KM ഷാജി. പദ്ധതിയെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും മന്ത്രി പ്രതികരിച്ചു.
ഒരു കാര്യവും പഠിക്കാതെയും പരിശോധിക്കാതെയും സർക്കാർ തീരുമാനമെടുക്കില്ലെന്നും പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കൈമാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതി റദ്ദാക്കുമെന്നും പകരം പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ വിവിധ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ ലൈഫ് പദ്ധതി അവസാനിപ്പിക്കുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ മുൻപ് നടത്തിയ പ്രതികരണങ്ങളും ഇതിനിടെ വീണ്ടും ചർച്ചയായിരുന്നു. എന്നാൽ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ലെന്നതാണ് ഇപ്പോഴത്തെ ഔദ്യോഗിക വിശദീകരണം. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളി. CPM ഭവനരഹിതരില്ലാത്ത കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തിനായി LDF സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPM രാഷ്ട്രീയ പ്രേരിതവും ജനവിരുദ്ധവുമായ ഈ നടപടിയിൽ നിന്നും പിന്മാറില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. 5 ലക്ഷത്തിലേറെ വീടുകൾ യാഥാർത്ഥ്യമാക്കിയ മാതൃകാ പദ്ധതിയാണ് ലൈഫ് മിഷൻ. 1 ലക്ഷത്തിന്റെ വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിലാണ്. ഇതോടൊപ്പം മുൻഗണനാക്രമത്തിൽ അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം ഭൂമിയുള്ള കുടുംബങ്ങളുമുണ്ട്. ഇവർക്ക് പുറമെ ഭൂമിയില്ലാത്ത കുടുംബങ്ങളുമുണ്ട്. ഇവരുടെ പ്രതീക്ഷകളെ ആകെ തച്ചു തകർക്കുന്ന നടപടിയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. അടച്ചുറപ്പുള്ള വീട് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. അത് ഉറപ്പാക്കാൻ ഇച്ഛാശക്തിയോടെ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് 20 ലക്ഷത്തിലധികം പേർ സ്വന്തം വീടിനെ അഭിമാനബോധത്തോടെ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇത്തരം വീടുകളിൽ ചാപക്കുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെയും തള്ളിയാണ് കേരളം ഈ അഭിമാന നേട്ടം കൈവരിച്ചത്. ബ്രാൻഡിംഗ് ഉൾപ്പെടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് ലൈഫ് മിഷനെ അട്ടിമറിക്കാൻ BJPയും കേന്ദ്ര സർക്കാരുമാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി പദ്ധതി തന്നെ ഇല്ലാതാക്കാനാണ് UDF ഇപ്പോൾ ശ്രമിക്കുന്നത്. ലൈഫ് മിഷനോടൊപ്പം മറ്റ് മിഷനുകളും പിരിച്ചുവിടുമെന്ന പ്രഖ്യാപനവും നാടിനോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ പച്ചപ്പ് തിരിച്ചുപിടിക്കാനും വൃത്തിയുള്ള കേരളം സാധ്യമാക്കാനുമുള്ള ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, സർക്കാർ ആശുപത്രികളുടെ വികസനത്തിനായുള്ള ആർദ്ര കേരള മിഷൻ എന്നിവ പിരിച്ചുവിടാനുള്ള നീക്കം UDFന്റെ കപട രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനമാണ്. കേരളം കൈവരിച്ച സാമൂഹ്യ മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയുമാകെ തകിടം മറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.